വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ മാധ്യമം സമ ടിവിയാണ് രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തത്. സമ്മർദ്ദം ശക്തമായതോടെ സമ ടിവി റിപ്പോർട്ട് പിൻവലിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വലിയ നാശനഷ്ടമാണ് പാകിസ്ഥാന് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഉണ്ടായത്. എന്നാൽ ഇതുവരെയും പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇപ്പോൾ സമ ടിവി, അവിടുത്തെ പ്രമുഖ മാധ്യമം തന്നെ 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടു എന്നുള്ള വിശദാംശങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്, തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ സമ്മർദ്ദത്തെ തുടർന്ന് ആ വാർത്ത ആ മാധ്യമം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? KP പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കനത്ത പ്രഹരമാണ് പാകിസ്ഥാന്റെ മണ്ണിൽ. അത് ഭീകര ക്യാമ്പുകളിലാണെങ്കിലും സൈനിക കേന്ദ്രങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം നൽകിയത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ നാശനഷ്ട കണക്കുകൾ പുറത്തുവിടാതെ ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന പ്രചാരണമായിരുന്നു പാകിസ്ഥാനിലെ ഭരണാധികാരികളും സൈനിക മേധാവിയും യാസിൻ മുനീർ ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരും സൈനിക മേധാവിയും എല്ലാം തന്നെ പാകിസ്ഥാനിലെ ജനങ്ങളെയെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് യഥാർത്ഥ നാശനഷ്ടങ്ങളുടെയും കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങളും പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള സമ ടിവി ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിൽ 155ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സമ ടിവിയുടെ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ സർക്കാരിൻ്റെ രേഖകളുണ്ട്. ഈ കൊല്ലപ്പെട്ട സൈനികരുടെ പേര് വിവരങ്ങളും അവരുടെ ഡെസിഗ്നേഷനും ഏത് മേഖലയിൽ നിന്നാണ് എന്നിവ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള രേഖ ഉദ്ധരിച്ചുകൊണ്ടാണ്, ആ രേഖ പുറത്തുവിട്ടുകൊണ്ടാണ് സമ ടിവി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പാകിസ്ഥാന് 150-ലധികം സൈനികർ നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തുവിട്ടത്. പിന്നീട് സമ്മർദ്ദം ശക്തമാവുകയും സമ ടിവിയുടെ റിപ്പോർട്ട് വലിയ വിവാദമാവുകയും ചെയ്തതോടുകൂടി ആ റിപ്പോർട്ട് ഇപ്പോൾ സമ ടിവി പിൻവലിച്ചിരിക്കുകയാണ്, അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു, പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത്. കാരണം 9 ഭീകര കേന്ദ്രങ്ങളാണ് ആദ്യം ഭാരതം പാകിസ്ഥാന്റെ മണ്ണിൽ ലക്ഷ്യം വെച്ചത്. അത് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെയും ഒപ്പം അതിർത്തി കടന്നുകൊണ്ട് ഭീകര കേന്ദ്രങ്ങളിലും മിസൈൽ വർഷം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്ന് ഭാരതം വ്യക്തമാക്കിയത്, ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ്, പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയോ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്താൻ ഭാരതം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന്, അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക്, പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കും ഭീകരവാദ നഴ്സറിക്കും പ്രധാനമന്ത്രിയുടെ വാക്കുകളെടുത്താൽ ഭീകരവാദത്തിൻ്റെ സർവകലാശാലകൾക്കുമെതിരെയാണ് കൃത്യമായിട്ടുള്ള ആക്രമണം, തിരിച്ചടി ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് തിരിച്ചടി നൽകാൻ പാകിസ്ഥാന്റെ സൈന്യം അതിർത്തിയിൽ ഡ്രോണുകളും മിസൈലുകളുമായി എത്തി ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. അത് കൃത്യമായി ഭാരതം പ്രതിരോധിക്കുകയും തിരിച്ച് സൈനിക കേന്ദ്രങ്ങളിൽ, ബഹവൽപൂർ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങളിൽ, വ്യോമതാവളങ്ങളിൽ കനത്ത പ്രഹരമാണ് ഭാരതത്തിൻ്റെ മിസൈൽ വർഷം നടത്തിക്കൊണ്ട് വരുത്തിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഒന്നും നാശനഷ്ട കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാകാതെ ചില വ്യാജ പ്രചാരണങ്ങൾ, ഭാരതത്തിനകത്തെ ചില വ്യോമതാവളങ്ങൾ ആക്രമിച്ചു, ഭാരതത്തിന് കനത്ത നാശനഷ്ടം വരുത്തി, പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ യുദ്ധത്തിൽ വിജയിച്ചു എന്നൊരു പ്രചാരണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ അത് വെറും പൊള്ളയാണെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 155ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം പാകിസ്ഥാനിലെ തന്നെ പ്രമുഖ മാധ്യമമായിട്ടുള്ള സമ ടിവിയാണ് പുറത്തുവിട്ടത്. പിന്നീട് സമ്മർദ്ദം രൂക്ഷമായതോടെ, ആ റിപ്പോർട്ട് വിവാദമായതോടെ നിലവിൽ ആ റിപ്പോർട്ട് സമ ടിവി പിൻവലിച്ചിരിക്കുകയാണ്. ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ മാധ്യമം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് സ്വയം സമ്മതിക്കേണ്ടി വന്നു. കാരണം എത്ര നാൾ ഇത് പൂർത്തിവെക്കാൻ സാധിക്കും? കാരണം യാഥാർത്ഥ്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പം ജിഷ്ണു, മറ്റൊരു വാർത്ത, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം കോൺഗ്രസിന്റെ ആരോപണങ്ങളിലും